ഹായ് ഗായ്സ്, ഡെയിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായി ബ്ലോഗൊന്നും ചെയ്യാതെ വളരെ സുഖകരമല്ലാത്തൊരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ റീസെൻ്റ്ലി കണ്ടൻ്റാണ് നമ്മളെപ്പം. അപ്പോൾ നമുക്കിന്ന് അത്യാവശ്യമായ ഒരു കണ്ടന്റ് പറയാനുള്ളത്, ജനുവരി 11, 2025 ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തുവിടുന്നു. വാട്സാപ്പ് കൂട്ടായ്മയിലൂടെയാണ് ഈ ഒരു വീഡിയോ ഷെയർ ആയിട്ടുള്ളത്. അത് നമുക്ക് വായിക്കാം. നാളെ മുതൽ വാട്സാപ്പ് ഗേൾസിന് നടപ്പിലാകുന്ന പുതിയ നിയമങ്ങളാണ് വോയിസ് ആൻഡ് വീഡിയോ കാൾ. 1. എല്ലാ കോളുകളും റെക്കോർഡ് ചെയ്യുമെന്നാണ് അധികാരികൾ പറഞ്ഞിരിക്കുന്നത്. 2. എല്ലാ കോളുകളും സേവ് ചെയ്യപ്പെടും എന്ന് പറയുന്നു. 3. വാട്സാപ്പ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം എന്നിവ നിരീക്ഷിക്കപ്പെടും. 4. ഫോൺ മിനിസ്ട്രി സിസ്റ്റത്തോടെ കണക്ട് ചെയ്യപ്പെടും. 5. അനാവശ്യ മെസ്സേജുകൾ ആർക്കും സെൻഡ് ചെയ്യരുത്. 6. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ കുട്ടികളോടും മുതിർന്നവരോടും വീട്ടുകാരോടും ബന്ധുക്കളോടും ശ്രദ്ധിക്കാൻ പറയും. 7. ഗവൺമെന്റിനോ പ്രൈം മിനിസ്റ്ററിനോ എതിരെയും രാഷ്ട്രീയപരമായ കാര്യങ്ങൾ എതിരെയുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയോ സോഷ്യൽ മീഡിയയിൽ ഇടുകയോ ചെയ്യാതിരിക്കുക. 8. രാഷ്ട്രീയമായ മതപരമായ ഉള്ള മെസ്സേജുകൾ ഈ അവസ്ഥയിൽ അയക്കുന്നത് ശിക്ഷാർഹമാണ്. ഒരു പ്രവൃത്തിയാണ്. വാറണ്ടില്ലാതെ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. 9. സീരിയസ് ആയിട്ടുള്ള സൈബർ ക്രൈം ഒഫൻസ് ആയി ഇത് കണക്കാക്കുന്നത് 10. എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സ് മോഡറേറ്റേഴ്സും സീരിയസ് ആയി എടുക്കേണ്ടതാണ്. ഇതെല്ലാം മോണിറ്ററേഷൻ ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. 11ാമത്തെ കാര്യം, ആരും തെറ്റായ ഒരു മെസ്സേജ് അയക്കരുത്. ഇത് എല്ലാവരെയും പരമാവധി അറിയിക്കുക. ഗ്രൂപ്പ് മെമ്പേഴ്സ് ഉള്ള വാട്സാപ്പിലെ പുതിയ റൂൾസ് ആണ്. മെസ്സേജ് അയച്ചും മെസ്സേജ് ഡെലിവറിയിൽ 3. 2 ബ്ലൂ മെസ്സേജ് വായിച്ച് 3 ബ്ലൂ നിങ്ങളുടെ മെസ്സേജ് ഗവൺമെന്റിന് കണ്ടു. 5 ബ്ലൂ ആൻഡ് 1 റെഡ് നിങ്ങളുടെ മെസ്സേജ് ഗവൺമെന്റ് കണക്കാക്കുകയും ആക്ഷൻ എടുക്കുകയും ചെയ്തേക്കാം. 6. 1 ബ്ലൂ ആൻഡ് 2 റെഡ് നിങ്ങളുടെ ഇൻഫർമേഷൻ ഗവൺമെന്റ് ചെക്ക് ചെയ്യുന്നു. 7. 3 റെഡ് നിങ്ങൾക്കെതിരെയുള്ള പ്രൊസീഡ്സ് ഗവൺമെന്റ് ആരംഭിച്ചു. ഉടനെ തന്നെ നിങ്ങൾ കോടതിയുടെ സമൻസ് കിട്ടുന്നതായിരിക്കും. ഉത്തരവാദിത്തമുള്ള ഒരു പൗരൻ ആവുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഒരുപാട് നിബന്ധനകളാണ് സോഷ്യൽ മീഡിയക്കും അല്ലാത്ത വാട്സാപ്പ് ഏത് സോഷ്യൽ മീഡിയക്കും അവർ ചെയ്യുന്നതെല്ലാം തെറ്റായ രീതിയാണെന്നത് അവർ പറയുന്നതാണ് മൊത്തത്തിൽ വിവാദമാകുന്നതെന്ന് അങ്ങ് ഉറപ്പിച്ച മട്ടിലാണ് ഇവിടുത്തെ ഒരു ഓഫീസർ. ഇദ്ദേഹത്തിന്റെ പേരെന്താണെന്നോ ഇദ്ദേഹത്തിന്റെ റാങ്ക് എന്താണെന്നോ നമ്മൾ അന്വേഷിച്ചു. ഇദ്ദേഹം പറയുന്നത് എല്ലാ സോഷ്യൽ മീഡിയയും തെറ്റായ വാർത്തകളാണ്, തെറ്റായ നിർദ്ദേശങ്ങളും തെറ്റായ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളുമാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നത് അത് ശരിയാണ്. നമ്മൾ അങ്ങനെ ഒരു തെറ്റായ വാർത്തകൾ ജനങ്ങളിൽ എത്തുന്നുണ്ട്. പൊതുസമൂഹത്ത് എന്തും നമ്മൾ
റിക്യൂറായ കാര്യങ്ങൾ അവർക്ക് ഇൻഫർമേഷനായി മാത്രമാണ് ഓരോ യൂട്യൂബറും ഓരോ സോഷ്യൽ മീഡിയയും അവരവരുടെ പ്രൊഫഷനാക്കിയിട്ട് അവർ അത് നിർദ്ദേശം അവർക്ക് തന്നെ കൊടുക്കാൻ സാധ്യതയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അഭിപ്രായം സ്വാതന്ത്ര്യമാണ്. നിങ്ങൾ ഈ അവകാശം ലംഘിക്കപ്പെടാൻ ശ്രമിക്കുന്നു എന്ന് പറയാം. ഈ സ്വാതന്ത്ര്യമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ലംഘിക്കുക എന്ന് പറയാം. ഒരു ഓഫീസർ ചെയ്യുന്നതാണ്. പക്ഷെ സാധാരണക്കാരെ ബുദ്ധിമുട്ടിച്ചിട്ട് അവരുടെ പ്രൊഫഷനെയും അവരുടെ ജീവിതത്തെയും ഇല്ലാതാക്കിയിട്ട് ഇങ്ങനെയൊരു റൂൾസൊക്കെ കൊണ്ടുവന്നിട്ട് ജനങ്ങൾക്ക് എന്ത് ഉപകാരം? അവർക്ക് പറയാനുള്ളതിനെ വായ അടപ്പിക്കാനുള്ള പുതിയൊരു തന്ത്രമായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. സോഷ്യൽ ഇമ്പാക്റ്റ് വളരെ കൂടുന്ന ഒരു പ്രൊസീജിയറാണ് ഇത്. വാട്സാപ്പ് കൂട്ടായ്മയുണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, വീഡിയോ കോൾ ചെയ്യുന്നവർക്കുണ്ട്. എല്ലാവർക്കും ഒരുമിച്ച് ഈ ഒരു സിസ്റ്റം നമ്മളെ ട്രേസ് ചെയ്യുമെന്നാണ് പറയുന്നത്. സൈബർ സെല്ലിന്റെ ഉപയോഗം കൊണ്ട് തന്നെയായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ജീവിക്കുന്നത് സാധാരണക്കാരാണ്. അവർക്ക് ഈ നടപടിയൊന്നും നിങ്ങൾ പറയുന്ന രീതിയിൽ അവർ അങ്ങനെ ശ്രദ്ധിച്ചു കൊള്ളണമെന്നില്ല. അവർക്ക് വേണ്ടി സമൂഹത്ത് ആരും സംസാരിക്കാനില്ലാത്തപ്പോൾ അവർ സ്വയം ഒരു അധികാരപ്പട്ടം നമുക്കെടുക്കാം. അത് അവരുടെ ആവശ്യമാണ്. ഓരോ രാജ്യത്തും ഓരോ പോളിസിയാണ്. കേരളത്തിൽ മാത്രമാണ് ലോകത്തെവിടെയും കാണാത്ത പോലുള്ള ചില അടിച്ച അജണ്ടകൾ നിർദ്ദേശിക്കാറുള്ളത്. സമൂഹത്ത് നിർദ്ദേശങ്ങൾ ആവശ്യമാണ്. ഒരു പൗരനെന്ന നിലയിൽ അവകാശപ്പെട്ട നിർദ്ദേശങ്ങളാവാം. പക്ഷെ ഒരാളെ ഫുൾ അടിച്ചേൽപ്പിച്ചിട്ടുള്ള, അവനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുള്ള ശിക്ഷാക്രമങ്ങളൊന്നും ഒരു നിയമവും പാലിക്കുന്നതിൽ വ്യവസ്ഥയില്ല. ഓരോ FIRലും ഓരോ ശിക്ഷകൾ ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കാനല്ലാതെ ജയിലുകൾക്ക് നിറയുക എന്നല്ലാതെ ജയിൽ മോചനം എന്ന വാക്കിന് പ്രശസ്തി ഉണ്ടാവില്ല. എല്ലാവരെയും പിടിച്ചകത്തിടേണ്ടി. സോഷ്യൽ ക്രൈം എന്ന് പറയുന്നത് അതൊരു ക്രൈമല്ല, അതൊരു ഇൻഫർമേഷൻ ആക്ടിവിറ്റിയാണ്. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസാണ്. ആ ഒരു ദൗത്യം നിർവഹിക്കുന്ന ഈ ജനങ്ങളുടെ കണ്ണ് തുറക്കാൻ ഇതുപോലുള്ളൊരു വാതിൽ തുറക്കപ്പെടേണ്ടതാണ്. ഇതുപോലുള്ള ആവശ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള അവസരങ്ങളാണ്. അത് തടയാൻ എങ്ങനെ സാധിക്കും? പ്രൊഫഷനായി ഓരോരുത്തരും അവരുടെ കണ്ടന്റ് ക്രിയേറ്റിവിറ്റിയിലൂടെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാ പ്ലാറ്റ്ഫോമിലും അതിൻ്റെതായ പോളിസി കൈകൊണ്ട് തന്നെയായിരിക്കും ഓരോരുത്തരും ഓരോ അക്കൗണ്ടും ഓപ്പൺ ആക്കിയിട്ടുണ്ടാവുക. ഞാനും അങ്ങനെ തന്നെയാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊന്നും അത്ര വലിയ ഫേമസ് ഒന്നുമല്ല. പക്ഷേ യൂട്യൂബിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ പണ്ട് മുതലേ യൂട്യൂബിനെ സ്നേഹിക്കുന്നുണ്ട്. യൂട്യൂബ് ഒരു കമ്മ്യൂണിറ്റി നിർദ്ദേശം കൈക്കൊള്ളാറുണ്ട്. യൂട്യൂബിൽ നമുക്ക് നിയമപരമായ ചട്ടങ്ങളെ ലംഘിക്കുന്നതിന് ഒരു പരമാർത്ഥമുണ്ട്. അതായത് എല്ലാത്തിനെയും അടിച്ചാക്ഷേപിക്കുക എന്നതാണ് ഈ ഒരു അജണ്ടയിൽ പറയുന്നത്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അടച്ചിരുന്നോളണം. ഇങ്ങോട്ടൊന്നും പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. ഒരു ജനാധിപത്യത്തിൽ വോട്ട് ചെയ്ത് ഇവരെയൊക്കെ സ്വീകരണ മുറിയിൽ ഇരുത്താൻ ഈ ജനങ്ങളുടെ പബ്ലിക് സപ്പോർട്ട് ആവശ്യമില്ലേ? ഇവർക്കൊക്കെ ഈ അധികാരം
അവിടെ എത്തിച്ചു കൊടുക്കുന്നതും സാധാരണക്കാരല്ലേ. അപ്പോൾ ആ സാധാരണക്കാർക്കും ഒരിടം അത് അവർക്ക് കൊടുക്കേണ്ടതാണ്. കാരണം അവരും ഈ ഭൂമിയിൽ ജീവിച്ച് തീർക്കേണ്ടവരാണ്. അവരുടെയും അവകാശത്തെ നമ്മൾ അധികാരഭരണം കൊണ്ട് നിങ്ങൾ അവരെ ഒരു കറിവേപ്പിലയാക്കി മാറ്റരുത്. പൊതുസമൂഹം വളരെ ഗൗരവക്കാരനാവാം, സൗഹൃദമുള്ളവരുമാവാം. നമ്മൾ രണ്ടിനും ഒരു ഇൻഫാറ്റുവേഷൻ അവിടെയും ഇവിടെയും കാണാം. ഈ ഒരു പരാതി, ഈ ഒരു നിയമചട്ടങ്ങൾ ഇത്രയും വലിയ നിയമത്തിൽ ഇതൊക്കെ പാലിക്കണമെന്നൊക്കെ പറയുമ്പോൾ സമൂഹത്തിലെ ജനങ്ങൾ വിഭ്രാന്തിയാവുമെന്നല്ലാതെ ഈ നിയമഭേദം കൊണ്ട് ആരെയും സംരക്ഷിച്ചത് നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എത്ര അലിഗേഷൻസ് സോഷ്യൽ മീഡിയയിൽ അല്ലാതെയും നമ്മൾ കാണും. അപ്പോൾ അതിനൊന്നും ഒരു റിയാക്ഷൻ ഇല്ലാത്ത പാവങ്ങളായ സോഷ്യൽ മീഡിയക്കാരെ റാഞ്ചാൻ ഇവർ പത്തി ഉയർത്തുന്നു. എന്തിനു വേണ്ടി? ആരുടെയൊക്കെ നിർദ്ദേശങ്ങൾക്ക് വേണ്ടി? നമ്മൾ ഒരിക്കലും ഒരു ക്യാപ്ഷൻ എടുത്തോ ആരെയും നമ്മുടെ കണ്ടന്റ് മേക്കിംഗ് ആണ്, അല്ലാതെ ഉപദ്രവിക്കാൻ വേണ്ടി ഒരു ചാനൽ തുടങ്ങേണ്ട ആവശ്യമില്ല പബ്ലിക്കിന്. സമൂഹത്തിന് ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്തവർക്ക് പബ്ലിക് ലൈവിലൂടെ വന്ന് അവർക്ക് പറയാം. പക്ഷേ അതിര് കടന്ന് ഒരു വാക്കുകൾ പറയുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടാകും. എല്ലാവരും വ്യൂവർഷിപ്പിന് വേണ്ടി തന്നെയാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത്. അതിന് കാരണം എൻ്റെ ചാനലിൽ ഡെയിലി ബ്ലോഗിൽ ഞാൻ എന്ത് കണ്ടന്റ് ഇടുന്നെങ്കിലും അത് എല്ലാവർക്കും വേണമെന്ന നിലയിൽ മാത്രമുള്ളൊരു കണ്ടന്റ് ആയിരിക്കും. ആവശ്യമില്ലാതെ വലിച്ചു വരുത്തുന്ന മാതിരിയുള്ള കണ്ടന്റൊന്നും നമ്മൾ ഇടാറില്ല. ഉണ്ടെങ്കിൽ ആവശ്യമുള്ള കണ്ടന്റ്, സിനിമ റിവ്യൂ ആണെങ്കിൽ പോലും നമുക്ക് ഇന്ന് ഇത്തരത്തിലുള്ള സിനിമകളെ നമുക്ക് ഇഷ്ടപ്പെടുന്നു എന്നെങ്കിൽ ആ സിനിമയ്ക്ക് വേണ്ടിയാണ് നമ്മൾ റിവ്യൂ ഇട്ടിട്ടുണ്ടാവുക. എല്ലാ സിനിമകളെയും ഇഷ്ടപ്പെടണമെന്നും എല്ലാ സോഷ്യൽ അലിഗേഷൻസും വിവാദമാക്കണമെന്നൊന്നും ഒരു സാധാരണക്കാർക്ക് ആഗ്രഹമുണ്ടാവണമെന്നില്ല. പക്ഷെ ചിലത് കാണുമ്പോൾ, ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിന് റിയാക്ഷൻ ചെയ്യാതിരിക്കാൻ വയ്യ എന്ന് തന്നെയാണ് പൊതുസമൂഹം അതറിയുന്നത്. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും ഇത്തരത്തിലുള്ള ജീവിതത്തിൽ തത്വചിന്തകരാണ്. എല്ലാവരും മതിമറന്ന് ജീവിക്കുന്ന ഈ ലോകത്ത് സമൂഹത്ത് നല്ല മനുഷ്യരെ കണ്ടെത്തുക എന്ന് പറയുന്നത് സുലഭമാണ്. പക്ഷേ ശിക്ഷ വിധിച്ചുകൊണ്ട് ഒരാൾ നന്നായ ചരിത്രവും നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. പൊളിറ്റിക്സലായ ഒരു കാര്യങ്ങളും ചില വിമർശനമായ കാര്യങ്ങളും അതും ഇതുപോലുള്ള സോഷ്യൽ ഇൻഫ്ലുവൻസിൽ നമുക്ക് അവതരിപ്പിക്കേണ്ടി വരും. കാരണം കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ഏറ്റവും വലിയ വാക്കുകളെന്ന് പറയും. വലിയ വലിയ പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പരാമർശങ്ങൾ ഒന്നും ഒളിച്ചോടാതെ നെഞ്ചത്ത് ആണത്തം അവർ കാട്ടുകയല്ലേ വേണം. ഇപ്പോൾ പല വകുപ്പ് മന്ത്രികൾ പല നിർദ്ദേശങ്ങൾ ചെയ്യും. ഈ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കാതെ ചില പാവപ്പെട്ട കുടുംബക്കാർക്ക് പറ്റില്ല. പക്ഷെ ആ പറ്റാത്ത കുടുംബക്കാരെ പെട്ടെന്ന് അകത്തിടുകയാണോ ചെയ്യാറ്? അവർക്ക് നിയമത്തിൻ്റെ ഒരു
ഇതൊന്നുമില്ലാതെ പെട്ടെന്ന് അവരെ നിങ്ങൾ ജയിലിനകത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഇതൊരു ശരിയായ ധർമ്മമാണ്. കാരണം അവരുടെ കൈകളിൽ ഒന്നുമില്ലാതെ ജീവിക്കുന്നവരാണ്. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. കാണുന്ന ഇതൊക്കെയുള്ളൂ, പണക്കാരന്മാരൊന്നുമല്ല. അപ്പോൾ അവരെയും നിങ്ങളിങ്ങനെ ചുരുളിലിടുന്നത് പോലെ നിങ്ങൾ ആ ചുരുളിൽ ഉരുക്കുകയാണ്. പക്ഷെ ഈ ഇത്രയും നീണ്ട ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനുഷ്യന് ഭീതിയാണ്. പുറത്തിറങ്ങാൻ തന്നെ മനുഷ്യന് പേടി തോന്നുന്നു ഈ കാലത്ത്. അത്രക്കും നെറേറ്റീവായ മനസ്സുള്ളവരാണ് അവിടെ. മാനസികമായിട്ട് അവർക്ക് പൊരുത്തപ്പെടുന്ന ഒരു തലമുറയാകുന്നില്ല. അതുകൊണ്ട് തന്നെ പല കോൺസിക്വൻസും നമ്മൾ ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ നമ്മളത് കണ്ടില്ല എന്ന് വെക്കേണ്ടി വരും. ഇതൊക്കെ വ്യൂവർഷിപ്പിനും അധീനമായാണ്. സാമൂഹിക ഭദ്രത ഉറപ്പിക്കുമ്പോഴും നമ്മുടെ ചില പ്രൊഫഷനായ കാര്യങ്ങളും കൂടി ഉണ്ട് യൂട്യൂബർക്കുള്ളത്, ഉള്ളതാണെന്നത് ഒരു ബോധ്യമുണ്ട്. നമുക്ക് വരുമാനം വേണം. നമുക്കിതിലൂടെ വരുമാനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്രയും പൊട്ടൻഷ്യൽ ആവുന്നത്, ഇത്രയും ഇൻഫോർമേറ്റീവ് ആവുന്നത്. അപ്പം ആ പോലീസുകാർ അദ്ദേഹം എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സ്ആപ്പ്, ടെലിഗ്രാം ഉൾപ്പെട്ട എല്ലാ സോഷ്യൽ മീഡിയ പോസ്റ്റ് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ഒരു ഹേറ്റ് ആയിട്ടുള്ള മെസ്സേജ് അല്ലെങ്കിൽ ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്താൽ അപ്പൊ തന്നെ പോലീസ് കേസ് എടുക്കും, നോൺ അവൈലബിൾ കേസ് എടുക്കും. ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പ്സിന്റെ അഡ്മിനും പ്രതിയാക്കാം. സോ വളരെ ശക്തമായ മോണിറ്ററിംഗ് നടത്തുന്നുണ്ട് ജില്ലയിൽ. എല്ലാവരും വേണ്ടി ആക്ടിവിറ്റീസ് നമ്മുടെ വാച്ചിൽ ഉണ്ട്. സോ ആരെങ്കിലും ഹേറ്റ് മെസ്സേജ് അല്ലെങ്കിൽ ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്താൽ അപ്പൊ തന്നെ പോലീസ് കേസ് എടുക്കും. കേട്ടു. ഹെയ്റ്റായ കാര്യങ്ങൾ ആരെങ്കിലും സംസാരിച്ചാൽ, ഹെയ്റ്റായ വിവാദങ്ങൾ ഉണ്ടാക്കിയാൽ അത് അപ്പം തന്നെ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും സോഷ്യൽ മീഡിയയിലെ ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് അത് ആ വ്യക്തി ചെയ്തെങ്കിൽ അത് പൊതുസമൂഹത്തിനൊരു വഞ്ചന കുറ്റമായി മാറിയെങ്കിൽ അതിനെതിരെ ഒരു കേസ് നടപടി എടുക്കാനുള്ള എല്ലാ അധികാരവും നിയമപാലകർക്കുണ്ട്. അതവർ ചെയ്യണം. പക്ഷേ പാവങ്ങളെ ഒരിക്കലും ഉപദ്രവിക്കേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് പാവങ്ങൾ അറിഞ്ഞ് കാണത്തില്ല. അവർക്ക് നിർദ്ദേശം മാത്രമാണ് കൊടുക്കാവൂ. ആക്ഷൻ എന്ന് പറഞ്ഞാൽ കേസെടുക്കാൻ ആ ഒരു പോലീസുകാർക്ക് പെട്ടെന്ന് പറ്റും. ഒരു FIR എഴുതിയാൽ മതി. പക്ഷേ പ്രൊഫഷനായി കൊണ്ടു നടക്കുന്നവരുടെ ജീവിതം എന്തിന് താറടിക്കുന്നു? അവർ സീരിയസ് ആയിട്ടായിരിക്കും ആ പ്ലാറ്റ്ഫോം കാണുന്നത്. എല്ലാവരും ഒരു മോണിറ്ററേഷൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അത് അവരുടെ ചോയ്സാണ്, അവരുടെ ഓപ്ഷനാണ്. ആ ഓപ്ഷൻ അവർക്ക് നിലനിർത്താനുള്ള അവകാശം ആ അക്കൗണ്ടിൽ ഉപയോഗിക്കുന്നവർക്കുണ്ട്. ഇല്ല എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ സമൂഹത്ത് പല രീതിയിൽ ജീവിച്ചു പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പല പല ഇൻഫർമേഷൻസ് നമ്മളൊക്കെ പോലത്തുള്ള ചാനലുകൾ കൊണ്ടുവരുമ്പോൾ അതൊന്നും ഒരു ഇൻഫോർമേറ്റീവായ വീഡിയോസ് അല്ല, ഒരു ഇൻഫർമേഷൻ ചാനൽ അല്ല എന്ന് അവോയ്ഡ് ചെയ്യാൻ സിസ്റ്റത്തിന് അവകാശമില്ല. സിസ്റ്റം ജനങ്ങളെ സംരക്ഷിക്കുകയല്ലാതെ കുരുക്കിലേക്ക് കൊണ്ടുപോയി തള്ളാനുള്ള ഒരവകാശ നീതിയല്ല. വിധിയും നീതിയും വിധിക്കപ്പെടുകയും നീതി നടപ്പിലാക്കുകയും രണ്ടും ഉത്തരവാദിത്വം തന്നെയാണ് സർ. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞ നിലപാട് ശരിയാണ്. ചില കാര്യങ്ങളിൽ നമുക്ക് ഓക്കെയാണ്.
ചില കാര്യങ്ങൾ എല്ലാം അംഗീകരിക്കുന്ന നിയമപാലകരല്ലല്ലോ പോലീസ് എന്ന് ചിന്തിക്കുമ്പോൾ അവിടെയും നമുക്ക് നെഗറ്റീവ് തോട്ടാണ് ചിന്ത വരുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വലിയൊരു കേസ് തലയിൽ ചാർത്തുമ്പോൾ അയാളൊരു കുറ്റവാളിയാകാൻ, അയാൾ കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അദ്ദേഹം 4 പേർക്ക് നല്ലത് പറയാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ഒരാൾ കേസെടുക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു ഇൻഫ്ലുവൻസ് അല്ല. അത് ഈ ലോകത്തോട് തന്നെ, ഈ ഇന്ത്യ മഹാരാജ്യത്തോട് തന്നെ ചെയ്യുന്ന ചതിയായിരിക്കും. റിപ്പബ്ലിക് വരെ വന്നു കഴിഞ്ഞ കാലമാണ്. പുതിയൊരു കാലഘട്ടത്തിലേക്ക് വെക്കുമ്പം തന്നെ കേസുകൊണ്ട് ഒരാറാട്ടൊന്നും മട്ടിലാക്കരുത്. എല്ലാ പ്ലാറ്റ്ഫോമിലും അതിൻ്റേതായ മോണിറ്ററേഷൻ ഉണ്ടാവും, വ്യൂവർഷിപ്പ് ഉണ്ടാവും. ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും ടെലിഗ്രാമിലായാലും ഏത് പ്ലാറ്റ്ഫോമിലായാലും എല്ലാം മോണിറ്ററേഷൻ ചെയ്യുന്ന പ്ലാറ്റ്ഫോം തന്നെയാണ്. അല്ലാതെ നമുക്ക് ബോധിപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് മോണിറ്ററേഷൻ എന്ന് പറയുന്ന, പിന്നെ ഫെയിം എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു സ്റ്റാറ്റസാണ്. അത് അവനവന് ലക്ക് കൊണ്ട് കിട്ടുന്ന ഒരു ഭാഗ്യമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഭാഗ്യം നമ്മുടെ മുന്നിൽ എത്തുമ്പോൾ അതിന് നമ്മൾ പുറം തിരിഞ്ഞ് നിൽക്കരുതെന്ന് തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം. കാരണം ഒരു അഭിപ്രായമാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പുതിയ നിയമവസ്തുതകൾ കൊണ്ടുവരുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ളത് കേൾക്കുമ്പോൾ അവരുടെ ഭീതി കണക്കിലാക്കിക്കൊണ്ട് ആക്ഷൻ എടുക്കണം. എല്ലാ യൂട്യൂബറും എല്ലാ സോഷ്യൽ മീഡിയയിലും തെറ്റുകൾ ചെയ്യുന്നു എന്നല്ല, ചിലർ അതിനെതിരെ ഒരു നിലപാടില്ലായ്മ ടോക്ക് ചെയ്തു. അത് വലിയൊരു വിവാദത്തിലേക്ക് പോയി. അവരെ നിങ്ങൾക്ക് പാഠം പഠിപ്പിക്കണം, അവരെ നല്ല നിലയിലേക്ക് പോകാനുള്ള വഴി കാട്ടാനുള്ള നിയമപാലകരുടെ നിർദ്ദേശം കൊള്ളാം. കേസെടുക്കാം. പല കേസ് എത്ര ലേഡീസിൻ്റെ പേരിൽ പല ആണുങ്ങളെ അകത്താക്കും. പക്ഷെ ആണുങ്ങൾക്കൊരു അബദ്ധം വന്നാൽ പെണ്ണുങ്ങളെ അകത്തിടാൻ അവിടെ വകുപ്പില്ല. അപ്പോൾ 2 പേർക്കും നീതി, ആണുങ്ങൾക്ക് വേണം, പെണ്ണുങ്ങൾക്ക് വേണം. ഇവർക്ക് 2 പേർക്കും ഒരുപോലെ ഉപയോഗിക്കുന്നെങ്കിൽ സോഷ്യൽ മീഡിയ നീതി കാണിക്കണം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരാൾക്ക് മാത്രം ഒന്നും അനുവദിച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. ആണായാലും പെണ്ണായാലും അവിടെ അവർക്ക് 2 പേർക്കും ഒരുപോലൊരു നീതി വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ പൊതുസമൂഹത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ, ഇത്തരത്തിലുള്ള നിയമചട്ടങ്ങൾ ഉറപ്പാക്കുമ്പോൾ സാധാരണ സോഷ്യൽ മീഡിയക്കാർ എന്തുകൊണ്ടും ഭയത്തോടെ തന്നെ കാണുക. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നിയമങ്ങളൊന്നും വെല്ലുവിളിക്കാൻ അവർക്കാവില്ല. അതുകൊണ്ട് തന്നെ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയും. പക്ഷെ നിയമത്തെ ഒരു പരിധിവരെ നമ്മൾ സ്പേസ് ഇട്ടിട്ടാണ് അവരുമായി സംവാദം നടത്തുക. അങ്ങനെയായിരിക്കും എല്ലാ കാലവും സ്വീകരിച്ചിട്ടുണ്ടാവുക. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അവരെ നമുക്കൊന്നും ആക്ട് ചെയ്യാനുള്ള പെർമിഷനില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ നിയമപാലകരും നമ്മൾ സാധാരണക്കാരുമാണ്. പക്ഷെ സാധാരണക്കാർക്കുള്ള വില വട്ടപൂജ്യമാകുന്നത് എന്തുകൊണ്ടെന്ന്, അതാണ് അവർ പറയുന്നതിന് ഒരു വാല്യൂ ഇല്ല. അവരുടെ സമയത്തിന് ഒരവസരവുമില്ല. അതാണ് നമുക്ക് പറ്റുന്ന
ലോകത്തെ ഏറ്റവും അപരാധം പിടിച്ച ഒരു രീതി പറയാം, ഒരു അലിഗേഷൻ തന്നെയാണത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്ത് വരുന്നതും ഒരു അലിഗേഷൻസിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ എല്ലാവരും സ്വന്തമായി ഒരു തീരുമാനത്തിലൂടെ എടുക്കുന്ന തീരുമാനമാണ് യൂട്യൂബ് എന്നത്. അവനവൻ്റെ കഷ്ടപ്പാട് തന്നെയാണ് ഓരോ ഇൻഫ്ലുവൻസും വളർന്നു വരുന്നത്. അവൻ്റെ വിജയം അവൻ കാണാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലഘട്ടം വളരുന്നതും. ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തെ നടന്മാർക്ക് മാത്രമല്ല ഇവിടെ അച്ചീവ്മെൻറ്റ്സ് കിട്ടുന്നത്. സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്നവർക്കും ഒരുപാട് അവസരങ്ങളും ഇതൊന്നും ഉപയോഗിക്കാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉപയോഗത്തിൽ വരുമ്പോഴേക്കും അതിനെ ആക്ഷേപിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് നമുക്കെല്ലാം വേണം. സോഷ്യൽ മീഡിയയും വേണം, സിനിമ വേണം, വാർത്തകൾ വേണം, എല്ലാം ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാം വേണം. പക്ഷേ എല്ലാം അമിതമാകുമ്പോഴാണ് എല്ലാത്തിൻ്റെയും തുടക്കം. അപ്പം അവസാനവും തുടക്കവും ഒന്നിൽ തന്നെ ആവുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ റിലേറ്റ് ചെയ്യും, റിയാലിറ്റിയിൽ പലതും സംഭവിച്ചേക്കാം, അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. പക്ഷേ എല്ലാത്തിനും ഒരു പരിധി ലംഘിച്ചിട്ടേ എന്തിനും ഒരു ഓവർ റിയാക്ഷൻ നമ്മൾ ചെയ്യാവൂ. ഇല്ലെങ്കിൽ അതും ഒരബദ്ധമാണ് എന്ന് കാണുന്ന ലോകമാണ്. പബ്ലിക് ഈസ് റെസ്പോൺസിബിലിറ്റിയാണ്. അവരുമായി നമുക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത എത്ര കാലത്തേക്ക് ഇത് നമുക്ക് പറയാനൊന്നും കഴിയില്ല. അതൊരു ലോകത്തെ സൃഷ്ടിച്ചവനോട് ചോദിക്കണം. ലോകം ഇങ്ങനെ നിർത്തണമെന്ന് ആഗ്രഹിച്ചാനാണ് അതിൻ്റെ ഉത്തരം. അവരാണ് അതിൻ്റെ, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവിന് തന്നെയാണ് ലോകത്തിന് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ ഈ ഓഫീസർ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? അങ്ങനെ വന്ന് നിങ്ങൾ ഇത് അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം മോണിറ്ററേഷൻ എല്ലാവർക്കും വേണ്ടതാണ്. മോണിറ്ററേഷൻ വേണ്ട എന്നാണോ ഇദ്ദേഹം പറയുന്നത്? അപ്പോൾ അത് നമ്മളെ പോലത്തുള്ള ഇൻഫ്ലുവൻസിൻ്റെ നമ്മൾ ചെയ്യുന്ന കണ്ടന്റിന് തിരിച്ചടിയാവില്ല. അതൊക്കെ ഒരു ചോദ്യം തന്നെയാണ്. മോണിറ്ററേഷൻ ചെയ്യാതെ ഇങ്ങനത്തുള്ള ചാനലുകളിൽ നിന്നും മൂവിങ് ചെയ്യാൻ കഴിയില്ല. അതറിയാവുന്ന എല്ലാവർക്കും എന്തുകൊണ്ട് ഇങ്ങനൊരു ചോദ്യം കൊണ്ടുവരുന്നു എന്നാണ്. ഇതൊക്കെ എന്തിനുള്ള ഇൻഷുറൻസാണ്? അതാണ് ഞാൻ ചോദിച്ചത്. ഇതൊന്നും ഇല്ലാതാക്കിയാൽ മനുഷ്യന് എന്ത് ഇൻഫർമേഷനാണ് കിട്ടുക? അപ്പോൾ എല്ലാവരും ഒരു സാഡ് മൊമെൻ്റായി മാറും. അതെന്തിന് മനുഷ്യർ ആഗ്രഹിക്കും? എല്ലാവർക്കും ഒരു സന്തോഷമുള്ള അവസ്ഥയാണ് ആഗ്രഹം. ആ ആഗ്രഹം നിലനിർത്താൻ വേണ്ടിയാണ് പൊതുസമൂഹത്ത് പല കാര്യങ്ങളും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനെയും നമ്മൾ ഒളിച്ചൂടുന്ന വിധത്തിലുള്ള ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ വൈ നോട്ട്? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കും? സോഷ്യൽ മീഡിയക്ക് മാത്രം ഇത്ര അധിക്ഷേപങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കേണ്ടി വരും? അതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ പ്രേക്ഷകരാണ് ഇതിലൊരു നിലപാടെടുക്കേണ്ടത്. നിയന്ത്രണത്തിൽ കൊണ്ടെത്തിക്കേണ്ടത് നിങ്ങളാണ്. അതിൻ്റെ വക്താവ് നിങ്ങളോട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. മോണിറ്റർ
മോണിറ്ററേഷൻ ചെയ്തിട്ടാണല്ലോ എല്ലാ ചാനലും. അപ്പം അത് ആവശ്യമില്ലാത്തത് പറയുമ്പോൾ അവർക്ക് നീതി കിട്ടില്ല. പക്ഷേ മോണിറ്ററേഷൻ ചെയ്യാതെ ഒരു ചാനലിന് ഒന്നും ചെയ്യാനും അസഭ്യമായ വാക്കുകൾ കുറച്ചുകൊണ്ടും നല്ല വാക്കുകൾ നൽകിക്കൊണ്ടും നിങ്ങൾ ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ഇടുക, ക്രിയേറ്റിവിറ്റിയായ വീഡിയോ, ട്രാവൽ വീഡിയോ ഇടുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ പറയുന്ന വ്ളോഗുകളൊക്കെ ഇവർക്ക് പറ്റാത്ത രീതിയിലുള്ള ഇൻഫർമേഷനൊക്കെ പെട്ടെന്ന് തന്നെ കേസെടുക്കുമെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ നെറേറ്റീവ്, ഇതിൻ്റെ ഉദ്ദേശം എന്താണ് നമുക്കറിയണ്ടേ? അറിയണം. എല്ലാവർക്കും അത്തരത്തിലുള്ള കാര്യങ്ങളോട് അറിയാൻ കൂടുതൽ ജാഗ്രതയുണ്ടാവും. ഇത് ജാഗ്രത പാലിക്കേണ്ടത് തന്നെയാണ്. നമ്മളെ തന്നെ സംരക്ഷിക്കണമെന്നതാണ് അതിൻ്റെ ഉത്തരം.